ശബരിമല സ്വർണ്ണക്കൊള്ള രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ SIT. മൊഴിയെടുക്കാൻ സൗകര്യമുള്ള ദിവസം അറിയിക്കണമെന്ന് SIT രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടു. 10-ാം തീയതി മൊഴി കൊടുക്കാമെന്ന് SITയെ രമേശ് ചെന്നിത്തല അറിയിച്ചു. എതിർദിശയിൽ വന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. ചെറുപ്പ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. എതിർദിശയിൽ വന്ന ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന നല്ലളം സ്വദേശികളായ അച്യുതൻ, ഗോപേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്ന് റോഡിൽ ഡീസൽ വ്യാപിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഡീസൽ കഴുകിക്കളഞ്ഞത്. തമിഴ്നാട് സ്വദേശിനിയായ മധ്യവയസ്കയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് നരിക്കുനി നെടിയനാട് താമസിക്കുന്ന കണ്ണിപ്പൊയിൽ മല്ലികയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കോഴിക്കോടെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. കയ്യിൽ ടിവിയുടെ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു. TV ഓൺ ചെയ്ത നിലയിലായിരുന്നു. ദുർഗന്ധം പരന്നതോടെ സമീപത്തുള്ളവർ പരിശോധിച്ചപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മല്ലികയുടെ ഭർത്താവ് കൃഷ്ണനും അമ്മയും നേരത്തെ മരണപ്പെട്ടിരുന്നു. ഇവർക്ക് ഒരു മകനുണ്ട്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളിമുത്തുവിന്റെ മകന് ജോലി നൽകുമെന്ന് വനംവകുപ്പ്. കടുവ സെൻസസിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുതൂർ ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിന്റെ മകന് ജോലി നൽകുമെന്ന് വനംവകുപ്പ്. മകൻ അനിൽകുമാറിന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ തീരുമാനമായി. കുടുംബത്തിന് ആദ്യഘട്ട നഷ്ടപരിഹാര തുക നാളെ കൈമാറുമെന്നും വനംവകുപ്പ് അറിയിച്ചു. അതേസമയം കാളിമുത്തുവിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. നട്ടെല്ലും വാരിയലുകളും തകർന്ന നിലയിലാണ്. ആന്തര അവയവങ്ങൾക്കെല്ലാം ക്ഷതമേറ്റു. ആന പിന്നിൽ നിന്നും തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞതിന്റെ ക്ഷതങ്ങളും ശരീരത്തിലുണ്ട്. തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞ ശേഷം കാട്ടാന നെഞ്ചിൽ ചവിട്ടിയെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസ് അതിജീവത വിചാരണ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. ബലാത്സംഗത്തിനിരയായ നടി വിചാരണ കോടതിയിൽ നൽകിയ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നും ഈ വിരോധം 2012 മുതൽ തുടങ്ങിയതാണെന്നും മഞ്ജുവുമായുള്ള ദിലീപിന്റെ വിവാഹബന്ധം തകർത്തത് താനാണെന്നും ദിലീപ് പലരോടും പറഞ്ഞിരുന്നുവെന്നും അതിജീവത പറയുന്നു. ദിലീപിന് തന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധം താനാണ് മഞ്ജുവിനോട് പറഞ്ഞതെന്നുമാണ് ദിലീപ് പറഞ്ഞത്. 2012 ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞു. ഇതായിരുന്നു അതിജീവതയുടെ മൊഴി. കൂടാതെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ലെന്നും ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നെന്നും അതിജീവതയുടെ മൊഴിയിൽ പറയുന്നു.